നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ കേന്ദ്രമന്ത്രി ആയതോടെ അടുത്തു തന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിയും. ഡിസംബർ മാസത്തിലാണ് പുതിയ അധ്യക്ഷനെ പാർട്ടി നിശ്ചയിക്കുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി.ജെ.പി മിന്നുന്ന വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ ഒന്നടക്കം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇരട്ടി മന്ദിരത്തിന്റെ കൂടെ പുതിയ ഒരു ദേശീയ അധ്യക്ഷൻ ബി.ജെ.പിയിലേക്ക് വരുന്നത് ബി.ജെ.പിക്ക് വലിയൊരു സന്തോഷം തന്നെ ഉണ്ടാകും. നിലവിൽ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇപ്പോൾ ജനവിധി നേടുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്നലെയാണ് വോട്ട് കഴിഞ്ഞത്. അസാമാന്യമായ നേതൃപാടവും സംഘടനാ ശൈലിയുമാണ് ഫഡ്നാവിസിൽ കേന്ദ്ര നേതൃത്വം കണ്ട ഏറ്റവും ഗുണകരമായ ഒരു കാര്യമെന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനൊപ്പം അണുവിട പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവും ഫഡ്നാവിസിന്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. RSSന്റെ ശക്തമായ പിന്തുണയും ഫഡ്നാവിസിനുണ്ട്. കൂടാതെ മോദിയുടെയും അമിത്ഷായുടെയും ജെ.പി. നഡ്ഡയുടെയും ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവ് കൂടിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. തങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി ബി.ജെ.പിയെ കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയുമെന്നാണ് RSSന്റെ കണക്കുകൂട്ടലുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ട് നില കുറഞ്ഞത് കൊണ്ട് തന്നെ RSS ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും ബി.ജെ.പിക്കൊപ്പം തന്നെ ബി.ജെ.പിയെ സഹായിക്കാനായിട്ട് പ്രചാരണ തന്ത്രങ്ങളുമായി, പ്രചാരണ ക്യാമ്പയിനുമായി RSSും ബി.ജെ.പിയുടെ കൂടെയുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെക്കാളും മോദിക്ക് താല്പര്യവും ഫഡ്നാവിസിന് തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉറപ്പിച്ചു പറയുന്നത്. ഫഡ്നാവിസ് ഈ കുറച്ചു മാസത്തിന് മുമ്പേ തന്നെ മോദിയെ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനായിരിക്കുമെന്ന തരത്തിൽ പ്രചാരണം ഇപ്പോൾ പുറത്തു വന്നത്. നിലവിൽ മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയിൽ ഫഡ്നാവിസിനൊപ്പം, അതായത് ദേവേന്ദ്ര ഫഡ്നാവിസിനൊപ്പം തലപൊക്കത്തിൽ നിൽക്കാനുള്ള നേതാക്കൾ ഇല്ല എന്ന് തന്നെ വ്യക്തമാണ്. ഇന്നലെ ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഈ അവസരത്തിലാണ് ഫഡ്നാവിസിനെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുപോയാൽ അത് മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്ക് വലിയൊരു പ്രഹരമാകും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആദ്യം കേന്ദ്ര നേതൃത്വം ഫഡ്നാവിസിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി നിയമിക്കാൻ ഒരു തീരുമാനമുണ്ടായത്. ഇനിയിപ്പം ഇന്നലെ കൂടി തന്നെ ജനങ്ങളെല്ലാം, മഹാരാഷ്ട്രയിൽ ജനങ്ങൾ വോട്ട് എല്ലാം തന്നെ അവരുടെ സമ്മതാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പം ദേവേന്ദ്ര ഫഡ്നാവിസിനെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഡിസംബറിൽ വരുന്ന നിയമസഭ, അടുത്ത മാസം വരുന്ന ദേശീയ അധ്യക്ഷ സ്ഥാനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഐക്യകണ്ഠേന എല്ലാവരും ദേവേന്ദ്ര ഫഡ്നാവിസിനെ തന്നെയാണ് അധ്യക്ഷ സ്ഥാനം, താക്കോൽ സ്ഥാനം ഏൽപ്പിക്കാനായിട്ട് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ധാവ്രി ആയിരിക്കും പാർട്ടിയെ ഇനി മഹാരാഷ്ട്രയിൽ നയിക്കാൻ പോവുക എന്നത് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി ഒരു ഔദ്യോഗികമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് ബി.ജെ.പിക്ക് ഇല്ല എന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ ഒരാൾ നേതൃസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ നില പരങ്ങിലായിരിക്കുമെന്ന് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വലം കൈയായി മഹാരാഷ്ട്രയിൽ താവറെ ഉള്ളത് കൊണ്ട് തന്നെ താവറയെ ചിലപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു താക്കോൽ സ്ഥാനം ബി.ജെ.പി കൊടുക്കാൻ ഒരു നീക്കവും നിലവിൽ നടക്കുന്നുണ്ട്.